ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏഞ്ചൽ വണ്ണിൽ എങ്ങനെ ഫ്രീ ആയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഏഞ്ചൽ വൺ ഒരു ഫുൾ സർവീസ് ബ്രോക്കറാണ്. ഇക്വിറ്റി ഡെലിവറിക്ക് 0 ചാർജസ് ആണ്. കൂടാതെ 30 ദിവസത്തേക്ക് ഇൻട്രാഡേ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കറൻസി, കൊമോഡിറ്റിക്ക് ഇവയ്ക്ക് യാതൊരുവിധ ഇൻട്രാഡേ ചാർജും ഈടാക്കുന്നതല്ല. നിങ്ങൾക്ക് 30 ദിവസത്തേക്കുള്ള മാർജിൻ ട്രേഡ് ഫണ്ടിംഗ് ഫെസിലിറ്റിയും ഏഞ്ചൽ വണ്ണിൽ ലഭിക്കുന്നതാണ്. കൂടാതെ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജും ചാർജ് ഏഞ്ചൽ വണ്ണിൽ ഫ്രീ ആണ്. ഇനി നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഏഞ്ചൽ വണ്ണിൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേരാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഇൻ്റർഫേസിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾ തെറ്റുകൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTPയും അതിന് താഴെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. എൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്, യുവർ ഫുൾ നെയിമാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി നിങ്ങളുടെ ഇമെയിൽ ID ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ അക്കൗണ്ടായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ എൻ്റർ ഇമെയിൽ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് അടിയിലെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനായി നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് OTP കിട്ടുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. എൻ്റർ യുവർ പാൻ ഡീറ്റെയിൽസ്. അതിൽ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് ചോദിക്കുന്നത്. പാൻ കാർഡ് നമ്പർ പാൻ കാർഡിൽ നിന്ന് തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി ഡിജി ലോക്കർ KYC എന്ന ഓപ്ഷനിലാണ്. ആധാർ കാർഡിൻ്റെ വെരിഫിക്കേഷനാണ്. അതിനെ താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഓതൻറ്റിക്കേഷൻ ആധാർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ബോക്സിലുള്ള കോഡ് നമ്പറും തെറ്റുകൂടാതെ നോക്കി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാനായി താഴെ ഒന്നുകൂടി ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ IFSC കോഡും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് IFSC എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ IFSC കോഡ് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് IFSC കോഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായി സെൽഫി വെരിഫിക്കേഷനാണ്. അതിനായി താഴെ ക്ലിക്ക് സെൽഫി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. അതിന് താഴെ ക്ലിക്ക് സെൽഫി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതിൽ താഴെ റൈറ്റ് സൈഡിലുള്ള എലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുഖം വരുന്ന വിധത്തിൽ പിടിച്ചതിന് ശേഷം താഴെയുള്ള ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുക. ഫോട്ടോ ക്ലിയറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ട്രൈ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീണ്ടും എടുക്കാവുന്നതാണ്. അടുത്തായി സൈൻ യുവർ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ മുകളിൽ കാണുന്ന ആ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ഫിംഗർ ഉപയോഗിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള 2 ബോക്സിലും ടിക്ക് കൊടുത്തുള്ളൂ, ബ്ലൂ ടിക്ക്. അവിടെയുള്ള I am not a politically exposed person, അതിൻ്റെ താഴെ I am a Indian resident, ആ 2 ഓപ്ഷനും ടിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അടുത്തായി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഡെറിവേറ്റീവ്, കറൻസി, കൊമോഡിറ്റി അവയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ ബിഗിനേഴ്സായിട്ടുള്ളവർ, തുടക്കക്കാരൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളവർക്ക് മാത്രമാണ് ഈ ഫ്യൂച്ചർ ഓപ്ഷനൊക്കെ ചെയ്താൽ പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉള്ള കാശ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പിന്നീട് ഒരുവിധം പഠിച്ചതിന് ശേഷം പിന്നീട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കറൻസി, കൊമോഡിറ്റി. അതിന് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള ഡു ഇറ്റ് ലേറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാവുന്നതാണ്. അടുത്തത് നിങ്ങളുടെ ആനുവൽ ഇൻകം ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. അതിനായി ഇവിടെ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിലോ 5 lakh, 5 to 10 lakh, 10 to 25 lakh, എബോവ് 25 lakh. ഇതിൽ നിങ്ങൾക്ക് മാച്ചായ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് സെലക്ട് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്ന ഓപ്ഷനാണ്. നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള 2 ബോക്സും ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. അതിന് ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ടൈപ്പ് ചെയ്യുക. അതിന് താഴെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. മരീഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അൺമാരീഡ്, മാരീഡ്, ഡൈവേഴ്സ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫണ്ട് സെറ്റിൽമെൻറ്റ് ഫ്രീക്വൻസി, അതായത്
അതായത് നമ്മൾ ഷെയർ മേടിക്കാൻ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷെയർ മേടിച്ചില്ല. അങ്ങനെയുള്ള ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഓപ്ഷനാണ് അത്. 90 ഡേയ്സ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ആഡ് നോമിനി എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നോമിനികളെ നിങ്ങളുടെ അക്കൗണ്ടിന് ആഡ് ചെയ്യാവുന്നതാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഡു ഇറ്റ് ലേറ്റർ പിന്നീട് ആഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഏഞ്ചൽ വണ്ണിൻ്റെ KYC ഡീറ്റെയിൽസ് നമ്മൾ കുറേ ഫില്ല് ചെയ്തല്ലോ. നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് സൈൻ ചെയ്യാണ്. അതിനെ സൈൻ യുവർ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങളുടെ തെറ്റ് കൂടാതെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ആ ബോക്സ് ടിക്ക് ചെയ്യുക. ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഔട്ട് ദ അബോവ് പോയിൻറ്റ്സ്. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ തെറ്റ് കൂടാതെ ടൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇവർ പറയുന്നത് ഇറ്റ് ടേക്ക് അപ് ടു 3 വർക്കിംഗ് ഡേയ്സ്, മാക്സിമം 3 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ മാക്സിമം 1 അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് ഇമെയിൽ IDയിലേക്ക് വരുന്നതായിരിക്കും. ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പും ഡൗൺലോഡ് ചെയ്യുകയും അക്കൗണ്ട് ഓപ്പണിങ്ങും ചെയ്യാവുന്നതാണ്.